അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമുക്കറിയാവുന്നതുപോലെ ചരിത്രത്തിൻ്റെ വെള്ളി വെളിച്ചത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത്. അവിടത്തെക്കുറിച്ച് ചില വിമർശനങ്ങളൊക്കെ നടത്തുന്ന ആളുകളുണ്ട്, സ്വാഭാവികം. പക്ഷേ അവരാരും നബിതങ്ങൾ ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്നില്ല. നേരെ മറിച്ച് മറ്റ് പല ആദർശ നേതാക്കളെക്കുറിച്ചും അങ്ങനെ ഒരു ടീം, വിഭാഗം അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ലോകത്ത് ഇല്ല എന്ന രീതിയിലും പഠനങ്ങളുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കുമ്പോഴും നബിതങ്ങൾ എന്ന വ്യക്തിത്വത്തെ അംഗീകരിച്ച് അവിടുന്ന് ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നത് കൃത്യമായി അംഗീകരിച്ചുകൊണ്ടാണ് വിമർശകർ വിമർശനങ്ങൾ നടത്തുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചു പോയി എന്നതല്ല ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. മറിച്ച് നബിതങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ തന്തുവും രേഖപ്പെടുത്തപ്പെട്ടു. അത് കാതോട് കാതോരം രേഖകളായി ഈ നാളിന്നുവരെയും കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തു. ലോക ചരിത്രത്തിൽ അനുപമമായ ഒരു വ്യക്തിത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണെന്നതിന് വളരെയേറെ പ്രമാണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും ഏറ്റവും ശ്രദ്ധേയമായ ഒരു തെളിവാണിത്. നമ്മുടെ അടുത്ത കാലത്ത് ചരിത്രത്തെ സ്വാധീനിച്ച കുറേ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരെങ്ങനെയാണ് ജീവിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു വിവരണം നമുക്കോ അവരുടെ അനുയായികൾക്കോ ഇല്ല. മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നു, നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ യങ്ങിന്ത്യയെക്കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശങ്ങൾ നിറഞ്ഞ സത്യാന്വേഷണ പരീക്ഷണ കഥയെക്കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ എല്ലാ രേഖകളും പ്രഭാഷണങ്ങളും ഒന്നിച്ച് സമാഹരിച്ചാലും നമ്മുടെ രാഷ്ട്രപിതാവാകുന്ന ഗാന്ധിജി തുടക്കം മുതൽ ഒടുക്കം വരെ എങ്ങനെ ജീവിച്ചു എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു വിവരണം നമുക്ക് ലഭ്യമല്ല. ഇത് കേവലം അവകാശവാദമല്ല. ഗാന്ധിജിയുടെ കാലം അവിടെ നിൽക്കട്ടെ, കുറച്ച് ഈ അടുത്ത കാലത്ത് വരെ ചരിത്രത്തെ സ്വാധീനിച്ച് കടന്നുപോയ കുറേ ആളുകളുണ്ട്. ദക്ഷിണാഫ്രിക്കയിലെ നെൽസൺ മണ്ടേലയെ പോലെയുള്ളവർ. അവരെങ്ങനെയാണ് ജീവിച്ചത് എന്ന് അവരുടെ പൊതുവേദികളെക്കുറിച്ച് നമുക്കറിയാം. പക്ഷെ അവരുടെ വ്യക്തി ജീവിതവും ദാമ്പത്യ ജീവിതവും സ്വകാര്യ ജീവിതവും അവരുടെ ശുചീകരണവും അവരുടെ ഓരോ സ്വകാര്യമായ കാര്യങ്ങളും എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ചരിത്രത്തിനൊരു ബോധമില്ല, അനുയായികൾക്കറിയില്ല. മഹാത്മാഗാന്ധി കേരളത്തിൽ വന്നിട്ടുണ്ട്, നിങ്ങളുടെ അടുത്തുവരെയും വന്നിട്ടുണ്ട്, ശ്രീനാരായണ ഗുരുവുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയത് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യം എടുത്തു നോക്ക്. അവിടുന്ന് ഈ ലോകത്തേക്ക് ഭൂജാതരാകുന്നതിൻ്റെ മുന്നേ മുതൽ അവിടത്തെക്കുറിച്ച് കൃത്യമായ പ്രവചനങ്ങളുണ്ടായി, മതഗ്രന്ഥങ്ങളിലും അല്ലാതെയും. ദീർഘമായി പറയാൻ എൻ്റെ മുന്നിൽ അവസരമില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മഹാപ്രവാചകനെക്കുറിച്ച് പ്രവചിക്കാത്ത ഒരു നബിയും മുമ്പ് കടന്നുപോയിട്ടില്ല. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാം തവസ്സുൽ നടത്തുന്നത് ഈ ഹബീബിനെ മുൻനിർത്തിയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓരോ പ്രവാചകനും ഈ നബിയെക്കുറിച്ച് പറയുന്നു, പഠിപ്പിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രിയപ്പെട്ട മകൻ ഇസ്മായിലിനെയും പ്രിയപ്പെട്ട ഭാര്യ ഹാജറിനെയും ആരോരുമില്ലാത്ത നിർജ്ജന ശൂന്യതയിൽ മക്കയിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതുപോലും ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർത്തെഴുന്നേൽക്കേണ്ട ഭൂമിയെക്കുറിച്ച് തൗറാത്തിൽ പറയുന്നത് പാറാൻ എന്നാണ്. ആ പാറാൻ പ്രദേശം മക്കയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിസ്ഥാന പിതാവാകുന്ന ഇസ്മായിൽ അലൈഹിസ്സലാം എത്തിച്ചേരണം. നബി തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോകുന്ന സംഭവം നമുക്കറിയാം. അവിടുന്ന് മദീനയിലെത്തുമ്പോൾ തല അൽ ബദർ ചൊല്ലി എല്ലാ വിശ്വാസികളും കൂടി സ്വീകരിച്ച് ആനയിക്കുന്നു. ഓരോരുത്തരും സ്വാഭാവികമായും കൊതിച്ചു, നബിതങ്ങൾ എൻ്റെ വീട്ടിൽ താമസിക്കണമെന്ന്. നബിതങ്ങൾ ഒട്ടകത്തിന് നിർദ്ദേശം കിട്ടിയിരിക്കുമെന്ന് അവരോട് പറയുന്നു. ഒട്ടകം നേരെ ചെന്ന് എവിടെയും തിരിയാതെ അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളുടെ വീടിന് മുന്നിൽ കിടക്കുന്നു. ആ വീട്ടിൽ നബിതങ്ങൾ 7 മാസത്തോളം താമസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആലോചിച്ച് നോക്കുക. അത് ആ കാലത്ത് നിർമ്മിക്കപ്പെട്ട വീടേ അല്ല, മറിച്ച് 7 നൂറ്റാണ്ടപ്പുറം ഇനി വരാനിരിക്കുന്ന മഹാപ്രവാചകന് വേണ്ടി അന്നത്തെ തുബ്ബായ് രാജാവ് നിർമ്മിച്ച വീടായിരുന്നു.
ഈ ചരിത്രത്തിൻ്റെ കൃത്യമായ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നത്. വിസ്തരിച്ചു പറയേണ്ടതാണ്, ഞാൻ സൂചന മാത്രം നൽകുന്നു. ആ നബിതങ്ങൾ ലോകത്തെ കടന്നു വന്ന അവസാന പ്രവാചകരാണെന്ന് 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിൻ്റെ 40-ാമത് വാക്യത്തിൽ പടച്ച റബ്ബ് കൃത്യമായി പറയുന്നു, ഖാത്തമുൻ നബിയ്യീൻ. അതുകൊണ്ട് നബിതങ്ങളുടെ ആദർശം, ദർശനം, അവിടുത്തെ ജീവിതം കൃത്യമായി രേഖയിലുണ്ടാവണം. ഒരു പൊടി പോലും അതിൽ നിന്ന് വിട്ടുപോയില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യൻ്റെ ജീവിതം, ദർശനം, വാക്ക്, പ്രവൃത്തി, അംഗീകാരം രേഖപ്പെടുത്താനും പഠിക്കാനും കൈമാറാനും വേണ്ടി വ്യത്യസ്തങ്ങളായ അതിബൃഹത്തായ നിരവധി വിജ്ഞാന ശാഖകൾ രൂപപ്പെടുക എന്നത് ഹബീബായ നബിതങ്ങളുടെ ചരിത്രത്തിൽ മാത്രമുള്ളതാണ്. ഹദീസ് വിജ്ഞാനം എന്ന് പറയുന്ന കേവലം ഒരു വിജ്ഞാനമല്ല, അതിൻ്റെ ഉപഘടകങ്ങളാകുന്ന ധാരാളം വിജ്ഞാന മേഖലകളുണ്ട്. മത്തിനെക്കുറിച്ച് പഠനമുണ്ട്, സനദിനെക്കുറിച്ച് പഠനമുണ്ട്. സനദിലുള്ളതായ ഓരോ കൈമാറ്റ ശൃംഖലയിലെയും വ്യക്തികളെക്കുറിച്ചുള്ള അഅ്ലാമുർ റിജാൽ പോലെയുള്ള പഠനങ്ങളുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതം, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ, വാക്കുകൾ, അംഗീകാരങ്ങൾ ഇത് രേഖപ്പെടുത്താനും കൈമാറാനും വേണ്ടി വ്യത്യസ്തങ്ങളായ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, നൂറുകണക്കിന് വാള്യങ്ങളുള്ള ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടുവെങ്കിൽ അത് മാത്രമൊന്നുമല്ല, ഈ ഒരു വ്യക്തിയുടെ ജീവിതം കൈമാറി വരാൻ, അതിൻ്റെ ചരിത്രപരതയ്ക്ക്, അതിൻ്റെ കൃത്യതയ്ക്ക് വേണ്ടി 10,000-കണക്കിന് ആളുകളുടെ A to Z പഠിക്കപ്പെട്ടുവെങ്കിൽ, 1-2 ആളുകളല്ല, ഈ ഹദീസ് കൈമാറ്റ ശൃംഖലയിലെ ഓരോരുത്തരെയും കുറിച്ച് കൃത്യമായി അവരെന്ന് ജനിക്കുന്നു, അവരെവിടെ മരിക്കുന്നു, അവരുടെ വൈജ്ഞാനികമായ വ്യുൽപ്പത്തി എന്തൊക്കെയാണ്, അവരുടെ ബുദ്ധി വൈഭവം എന്താണ്, അവരെ ആരിൽ നിന്നാണ് പഠനം നടത്തുന്നത്, അവരുടെ സൂക്ഷ്മത എങ്ങനെയാണ്, അവരുടെ ജീവിതത്തിൻ്റെ നിലവാരം എങ്ങനെയാണ്, ധാർമ്മികത എങ്ങനെയാണ്, കൃത്യമായി ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുമോ അതെല്ലാം പഠിച്ച് 10,000-കണക്കിന് ആളുകളുടെ ചരിത്രം സമ്പൂർണ്ണമായി രൂപപ്പെട്ടുവെങ്കിൽ, രേഖപ്പെടുത്തപ്പെട്ടുവെങ്കിൽ, ഹബീബായ നബിതങ്ങളുടെ ഈ വിജ്ഞാനം, അവിടുത്തെ ഹദീസുകൾ, അവിടുത്തെ വാക്കും പ്രവൃത്തിയും കൈമാറാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിട്ടുള്ളത്. ഇതൊരു ചെറിയ സംഭവമല്ല. കോടാനക്കോടി മുസ്ലിങ്ങൾ കഴിഞ്ഞുപോയി, ഇപ്പോഴുമുണ്ട്. അവരോരോരുത്തരും ജീവിക്കുന്നത് അവരുടെ ഐഡിയോളജി അനുസരിച്ചല്ല, മറിച്ച് 14 നൂറ്റാണ്ട് മുമ്പ് കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ് തീരെ വികസിക്കാത്ത കാലത്ത് മക്കയിൽ ജീവിച്ച മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഐഡിയോളജി അനുസരിച്ച് അവർ ജീവിക്കുന്നു. ചെറിയ കാര്യങ്ങളിൽ മാത്രമൊന്നുമല്ല, വളരെ നിസ്സാരമായത് മുതൽ വളരെ ബൃഹത്തായത് വരെ നമുക്ക് പരിശോധിക്കാം. ഒരു വിശ്വാസി ടോയ്ലറ്റിൽ കയറുന്നത് തികച്ചും അവൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെ അവൻ്റെ ഇഷ്ടപ്രകാരമല്ല ടോയ്ലറ്റിൽ കയറുന്നത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി എങ്ങനെ ടോയ്ലറ്റിൽ കയറി എന്ന് നോക്കിയിട്ട് അവൻ ഇടതുകാലം മുന്നിൽ വെച്ച് ടോയ്ലറ്റിൽ കയറുന്നത്. അവിടെ ഇരിക്കുന്നത് പോലും, ശൗചം ചെയ്യുന്നത് പോലും, അവിടെ നിന്ന് പുറത്തിറങ്ങുന്നത് പോലും, പുറത്തിറങ്ങുന്ന സന്ദർഭത്തിൽ മുന്നോട്ട് വെക്കുന്ന കാല് പോലും അവൻ്റെ ഇഷ്ടപ്രകാരമല്ല. ഇങ്ങനെ ഒരാൾ ലോക ചരിത്രത്തിലില്ല. ഇങ്ങനെ ഒരാൾ ലോക ചരിത്രത്തിലില്ല. ഞാൻ കയറി വരുമ്പോൾ സ്വാഗതം പറയുന്ന സാർ മൈക്കൽ എച്ചാട്ടിൻ്റെ ദി 100നെ കുറിച്ചാണ് പറയണത്. ലോക ചരിത്രത്തെ രാഷ്ട്രീയമായും മതപരമായും ഇത്രമേൽ സ്വാധീനിച്ച മറ്റൊരാളില്ല. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിനേക്കാളും ലോകത്തെ സ്വാധീനിച്ച 100 ആളുകളെക്കുറിച്ച് ഗ്രന്ഥം രചിച്ചപ്പോൾ 1-ാം സ്ഥാനം മുഹമ്മദുർ റസൂലിന് കൊടുത്തത് എന്ന് പിന്നീട് മൈക്കൽ എച്ചാട്ട് പത്രസമ്മേളനം നടത്തി പറയുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചേക്കും, എന്തിനാ മുഹമ്മദ് നബിക്ക് ഇങ്ങനെ ഒരു സ്ഥാനം കൊടുത്തത്? അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. ലോക ചരിത്രത്തെ എങ്ങനെയെങ്കിലും സ്വാധീനിച്ചു, ഒരു കാലത്ത് ജീവിച്ചു, ആ കാലത്തുള്ള ആളുകളെയൊക്കെ ഭരിച്ചു. ഇതല്ല നബി ചെയ്തത്. ഇത് മാത്രമല്ല റസൂൽ ചെയ്തത്. നേരെ മറിച്ച് ഇന്ന് ആഫ്രിക്കയിലും ഏഷ്യയിലും ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലും മുക്കിലും മൂലയിലും ജീവിക്കുന്ന ഓരോ വിശ്വാസിയും അവൻ്റെ ഇഷ്ടപ്രകാരമല്ല അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാർത്താവിനിമയ സംവിധാനങ്ങൾ തീരെ വികസിക്കാത്ത കാലത്ത് ചരിത്രത്തെ സ്വാധീനിച്ച മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എങ്ങനെ ജീവിച്ചു, എങ്ങനെ ജീവിക്കാൻ പഠിപ്പിച്ചു, അതനുസരിച്ചാണ് അവൻ മുന്നോട്ട് പോകുന്നത്. അവൻ്റെ സ്വകാര്യ ജീവിതം പോലും, അവൻ്റെ സെക്സ് പോലും, അവൻ്റെ ഭാര്യയുമായുള്ള സംസർഗം പോലും, അവൻ്റെ കുടുംബജീവിതം പോലും, അവൻ്റെ ഭാര്യയോടൊപ്പമുള്ള അടുക്കളയിലെ പ്രവൃത്തി പോലും. മദീനയുടെ രാജാവായിരുന്നു. ഭൗതികമായും ആത്മീയമായും അവരുടെ ഏറ്റവും വലിയ നേതാവായിരുന്നു.
രാഷ്ട്രപ്രമുഖൻ എന്ന വിധത്തിൽ 100,000 ചുറ്റുപാടുകൾ ദിനംപ്രതി നബി തങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോഴും തൻ്റെ ഭാര്യമാരെ സഹായിക്കാൻ, അടുക്കളയിൽ ജോലി ചെയ്യാൻ, പാത്രം കഴുകാൻ, ചപ്പാത്തി ചുടാൻ, വറക് ശേഖരിക്കാൻ ഈ ലോക നേതാവിന് സാധിച്ചു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തെ സ്വാധീനിച്ചതിൻ്റെ ഏറ്റവും കൃത്യമായ ഒരു വിശദീകരണം. നമ്മളാരും നമ്മളെ ഇഷ്ടത്തിന് ജീവിക്കുന്നില്ല. അവൻ്റെ ഭാര്യ, അവൻ്റെ റൂം, അവൻ്റെ വീട് തികച്ചും സുരക്ഷിതം. പക്ഷേ ആ പെണ്ണിനോട് സെക്സിൽ ഏർപ്പെടുന്നത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെയാണ്. നബി തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കപ്പെടുന്നുണ്ട്. ആദ്യം പറഞ്ഞ മറുപടി കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബി തങ്ങളുടെ ജീവിതം ഖുർആനായിരുന്നു എന്നാണ്. ഖുർആനിലെ ഏതൊക്കെ നയമുണ്ടോ, നിലപാടുകളുണ്ടോ, അത് കൃത്യമായി ജീവിതം കൊണ്ട് സമൂഹത്തെ പഠിപ്പിച്ചു മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅറാഫിൻ്റെ 157 വാക്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില പ്രത്യേകതകൾ എണ്ണി പറയുന്നുണ്ട്. അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മി, നിരക്ഷരനായ പ്രവാചകനായിരുന്നു. സാധാരണഗതിയിൽ ഈ പുതിയ ലോകത്തൊക്കെ പ്രത്യേകിച്ചും നിരക്ഷരത എന്ന് പറഞ്ഞാൽ അതൊരു നിലവാരമില്ലാത്ത സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് സംബന്ധിച്ച് അതുപോലും സൗന്ദര്യമാകുന്നത് ഈ നിരക്ഷരതയിലൂടെ വളർന്ന ഒരാൾ ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച, ഇന്നും ഉജ്ജ്വലമായി നിലനിൽക്കുന്ന ഒരു വിജ്ഞാന ഗ്രന്ഥവുമായി കടന്നു വന്നു എന്ന പോയിന്റിലേക്ക് എത്തുമ്പോഴാണ്. അറബി സാഹിത്യത്തിൽ 4-5 PhD ഒക്കെ ഉണ്ടായിരുന്നു നബിതങ്ങൾക്കെങ്കിൽ അവിടുന്ന് ഈ ഗ്രന്ഥവുമായി കടന്നു വരുമ്പോൾ സ്വാഭാവികമായി നബിതങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് സമൂഹം സംശയിക്കും. സൂറത്തുൽ അൻകബൂത്തിൻ്റെ 49-ാമത് വാക്യത്തിൽ അള്ളാഹു തന്നെ അത് പറയുന്നുണ്ട്. മാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ് വലാ തഖുത്തുഹു ബിയമീനിക ഇദൽ ലർതാബൽ മുബ്തിലൂൻ. അങ്ങ് ഇതിൻ്റെ മുമ്പ് ഒരു പുസ്തകവും വായിച്ചിട്ടില്ല, ഒരക്ഷരം എഴുതിയിട്ടുമില്ല, അല്ലെങ്കിൽ സംശയിക്കുന്ന ആളുകൾ അത് പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. ഒരക്ഷരം പോലും എഴുതാത്ത, സ്കൂളിൽ പോവാത്ത, മദ്രസിൽ പോവാത്ത, ആട്ടിടയനായി ജീവിച്ച, കച്ചവടക്കാരനായി വളർന്ന സമൂഹത്തിൽ എപ്പോഴും ഒരു തുറന്ന പുസ്തകമായി തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ചെലവഴിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉജ്ജ്വലമായ വൈജ്ഞാനിക സാഹിത്യ കൃതിയുമായി വരികയാണ്. അതാണ് നബിതങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തും. പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 23-ാമത്തെ വാക്യം, ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലി. മുഹമ്മദ് നബി സ്വന്തമായി ചമച്ചുണ്ടാക്കിയതാണ് ഈ വേദഗ്രന്ഥമെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതിലെ ഒരധ്യായത്തിന് തുല്യമായത് നിങ്ങൾ കൊണ്ടുവരൂ എന്ന ആ ഒരു വെല്ലുവിളി 1400 വർഷമായി ഖുർആനിൻ്റെ വായനക്കാരെല്ലാവരും അത് കണ്ടുകൊണ്ടിരിക്കുന്നു. അൽ-മുൻജിദ് എന്ന് പറയുന്ന ഇത്ര വലിയ അറബി നിഘണ്ടുണ്ട്. ഇപ്പോഴും അറബി സാഹിത്യം പഠിക്കാൻ വിപുലമായി, വ്യാപകമായി എല്ലാ വിദ്യാർത്ഥികളും ഉപയോഗപ്പെടുത്തുന്ന ഗ്രന്ഥം. അത് രചിച്ചത് ഫാദർ ലൂയിസ് ആയിരുന്നു, ലൂയിസ് അല്ലബ്. അദ്ദേഹത്തിന് അറബി ഭാഷയുടെ ഓരോ തന്തുക്കളെയും കുറിച്ച് കൃത്യമായി ബോധമുണ്ട്, വിവരമുണ്ട്. അതുകൊണ്ടാണ് വലിയ നിഘണ്ടു, അറബി നിഘണ്ടു അദ്ദേഹം രചിക്കുന്നത്. പക്ഷേ അദ്ദേഹം പോലും ഖുർആനിലെ ഒരു വരിയുള്ള സൂറത്തുൽ കൗസറിന് തുല്യമായ ഒരു അധ്യായം കൊണ്ടുവരാൻ ശ്രമിച്ചില്ല. എന്തുകൊണ്ട് ശ്രമിച്ചില്ല? അവിടെയാണ് റസൂലിൻ്റെ നിരക്ഷരതയുടെ ഉജ്ജ്വലത നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ റസൂലിനെ കുറിച്ച് പറയുന്നത് അൽ ഉമ്മി എന്നാണ്, എന്ന് വെച്ചാൽ നിരക്ഷരൻ. അല്ലദീന യജിദൂന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യല്ലദീ യജിദൂനഹു ഇൻദഹും മക്തൂബൻ ഫി തൗറാത്തി വൽ ഇൻജീൽ. അവരുടെ മുൻഗാമികൾക്ക് അവതീർണമായ തോറയിലും ഇൻജീലിലുമൊക്കെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട പ്രവാചകർ. ആവർത്തന പുസ്തകത്തിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം നമുക്കറിയാം. മോശസിനെ വിളിച്ചുകൊണ്ട് യഹോവയാം ദൈവം പറയുന്നു, നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെപ്പോലെയുള്ളൊരു പ്രവാചകനെ ഞാൻ അവർക്ക് എഴുന്നേൽപ്പിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മൂത്ത പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാം, രണ്ടാമത്തെ പുത്രൻ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഈ ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിൽ യാക്കൂബ് ജനിക്കുന്നു. ഈ യാക്കൂബിൻ്റെ പേരാണ് ഇസ്രായേൽ. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സന്തതികൾ. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്തത പരമ്പരയിൽ ഹബീബായ നബിതങ്ങളല്ലാതെ മറ്റൊരു പ്രവാചകൻ വന്നിട്ടില്ല. ഈ ഇസ്രായേലരെ നോക്കിയിട്ട് യഹോവയാൻ ദൈവം പറയുന്നു, ഈ പ്രവാചകത്വം നിന്നെപ്പോലെയുള്ളൊരു പ്രവാചകനെ ഇസ്രായേലർക്ക് അവരുടെ സഹോദരന്മാരാകുന്ന ഇസ്മായേലരുടെ ഇടയിൽ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. അവൻ്റെ ജീവിതത്തെക്കുറിച്ചും കൃത്യമായി പറയുന്നു. ഓരോ പ്രവാചകൻ വരുമ്പോഴും അദ്ദേഹത്തോട് നീയായിരുന്നു ആ പ്രവാചകൻ എന്ന് അന്വേഷിക്കുന്നൊരു ശൈലി കാണുന്നുണ്ട് നമ്മൾ. യോഹന്നാൻ പ്രവാചകനാകുന്ന സ്നാപക യോഹന്നാൻ,
അദ്ദേഹം തൻ്റെ ദഅവത്തുമായി കടന്നു വരുമ്പോൾ ജൂതന്മാരും ജൂത പണ്ഡിതന്മാരും റബ്ബിമാരും ഒക്കെ ചേർന്നിട്ട് അദ്ദേഹത്തെ കാണാൻ പോകുന്നൊരു രംഗം പുതിയ നിയമം ബൈബിളിലെ യോഹന്നാൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ കാണാം. യോഹന്നാനോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ സ്നാപക യോഹന്നാനാകുന്ന യഹ്യാ നബിയോട് ചോദിക്കുകയാണ്, താങ്കൾ ഏലിയാവാണോ? അദ്ദേഹം പറയുന്നു, അല്ല, ഞാൻ ഏലിയാവല്ല. താങ്കൾ ക്രിസ്തുവാണോ? അദ്ദേഹം പറയുന്നു, ഞാൻ ക്രിസ്തുവല്ല. താങ്കൾ ആ പ്രവാചകനാണോ? താങ്കൾ ആ പ്രവാചകനാണോ? ഏതായി ആ പ്രവാചകൻ? ക്രിസ്തു അല്ലെന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു അല്ല. ഏലിയാവ് ആകാശത്തേക്ക് ഉയർന്നുവെന്നും പിന്നൊരു സന്ദർഭത്തിൽ ഇറങ്ങി വരുമെന്നും അവർ വിശ്വസിച്ചിരുന്നു. ഏലിയാവാണോ താങ്കൾ എന്നും ചോദിക്കുന്നുണ്ട്. അതുമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഏതാണ് ആ പ്രവാചകൻ? ആ പ്രവാചകനെ അന്വേഷിച്ച് നമ്മൾ യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായത്തിലേക്ക് എത്തണം. 7 മുതൽ 16 വരെയുള്ള വചനങ്ങൾ വായിക്കണം. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോയില്ലെങ്കിൽ സത്യത്തിൻ്റെ ആത്മാവ് വരില്ല. അവൻ വരുമ്പോഴോ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വന്തമായൊന്നും പറയാതെ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കും. ഇനിയും പറവാനുണ്ട്, നിങ്ങൾക്ക് വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ആരാണ് ഈസാ നബി അലൈഹിസ്സലാം അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ശേഷം വന്ന ചരിത്രത്തെ സ്വാധീനിച്ച ഈ ഒരു സത്യത്തിൻ്റെ ആത്മാവ്? നമുക്ക് മറ്റൊരാളെ കാണുന്നില്ല. അവിടുന്ന് വന്നു, സ്വന്തമായി ഒന്നും പറഞ്ഞില്ല, കേൾക്കുന്നത് പോലെ ന്യായം വിധിച്ചു. സൂറത്തു നജ്മിലെ 3-ാമത്തെ വാക്യം, മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അവിടുന്ന് സ്വന്തമായൊന്നും പറഞ്ഞില്ല, അവിടുന്ന് കേൾക്കുന്നത് പോലെ ന്യായം വിധിച്ചു. അദ്ദേഹം വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ ദൈവിക നിയമങ്ങൾ പൂർത്തിയാക്കും. സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ വചനം, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. പൂർവിക വേദങ്ങളിൽ പ്രവചിക്കപ്പെട്ട, അവരുടെ മുന്നിലുള്ള തോറയിലും ഇഞ്ചീലിലും പ്രവചിക്കപ്പെട്ട അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിലുള്ള ഗ്രന്ഥങ്ങളിൽ ഭവിഷ്യൽ പുരാണം നമുക്കറിയാം, അവിടെ മഹാമ്മദായി ദിഖ്യാതയാണ്. നമുക്ക് അഥർവവേദം അറിയാം, അവിടെ മാമാഹൃഷിയാണ്. ഇങ്ങനെ പൂർവിക ഗ്രന്ഥങ്ങളിലൊക്കെ പറയപ്പെട്ട പ്രവാചകൻ നബി തങ്ങളുടെ മറ്റൊരു വിശേഷണം പറയുന്നു, യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ. അവിടുന്ന് നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്താനുണ്ട് എനിക്ക് ആ കാര്യം. ഇന്ന് സമൂഹത്തിൽ നിന്ന് എടുത്തു പോകുന്ന ഒരു പുണ്യകർമ്മമാണ് ഈ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും. 4 കാലിൽ ആടിയാടി വരുന്ന മോനോട് പോലും ഇത് ചെയ്യരുതടാ എന്ന് പറയാൻ തൻ്റെ ഇടമില്ലാത്ത പിതാക്കൾ ഇന്ന് ഈ സമൂഹത്തിൻ്റെ ശാപമാണ്. അത് പറയാൻ എന്നെ അനുവദിക്കണം. നല്ല വേദികളിലൊക്കെ ജമാഅത്തിലൊക്കെ കൃത്യമായി പങ്കെടുക്കും വലിയ വലിയ കാരണവന്മാർ. പക്ഷെ അവരുടെ വീട്ടിലുള്ള മക്കൾ, പൗത്രന്മാർ, മക്കളുടെ മക്കൾ, ഇവരെയൊന്നും അത്തരം വേദികളിലേക്ക് കൊണ്ടുവരാനോ പിഴച്ച കൂട്ടുകെട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താനോ അവരുടെ വഴിതെറ്റിയ ജീവിതത്തെ തിരുത്താനോ ധൈര്യവും തൻ്റെ ഇടവുമില്ലാത്ത മാതാപിതാക്കൾ. കേരളത്തിലുള്ള മയക്കുമരുന്നിൻ്റെ ആധിക്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണല്ലോ. 5 പഞ്ചസാരത്തരിയുടെ അത്ര വലുപ്പമുള്ള MDMAക്ക് 3000 രൂപയാണ് ഇന്ന് വില. അത് സാധാരണക്കാരൊക്കെ ഉപയോഗിക്കുന്നതിൽ നമുക്ക് വലിയ കൗതുകം പറയാനില്ല. നമ്മുടെ കേരളത്തിലെ പ്രമുഖമായൊരു മെഡിക്കൽ കോളേജിലെ 16 ഡോക്ടർമാർ അത് ഉപയോഗിക്കാറുണ്ടെന്ന് പിടിക്കപ്പെട്ട ഡോക്ടർ പോലീസിന് മുന്നിൽ കുറ്റസമ്മതം നടത്തിയത് നമുക്കറിയാൻ പറ്റും. ഇന്ന് നമ്മൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്, 5 വർഷമായി ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് സിസേറിയൻ നടത്തിയ സ്ത്രീക്ക് വയറുവേദന. അവസാനം ഈ 5 വർഷം പൂർത്തിയായിട്ട് ഒരാശുപത്രിയിൽ നിന്ന് സ്കാൻ ചെയ്തപ്പോൾ അവരുടെ വയറിനകത്ത് കത്രിക മറന്നു വെച്ചിട്ടുണ്ട് 5 വർഷം മുന്നേ മുതൽ. ഈ പിടിക്കപ്പെട്ട ഡോക്ടർ പോലീസിനോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ ആശുപത്രിയുടെ വിവിധങ്ങളായ സമ്മർദ്ദങ്ങൾ അതിജയിക്കാൻ ഈ MDMA ഒന്ന് ഉപയോഗിച്ചാൽ നല്ല സന്തോഷമാവുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണമായി നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഖുർആനെ കുറിച്ച് പഠിപ്പിച്ചു. ഹൗസ് ഖസറജ് എന്ന് പറയുന്ന 2 വിഭാഗം ജനങ്ങൾ മദീനയിൽ സ്ഥിരം പോരാളികളായിരുന്നു, യുദ്ധക്കൊതിയന്മാരായിരുന്നു. 100 വർഷമൊക്കെ നീണ്ടു നിന്ന യുദ്ധം അവർ നടത്തിയിട്ടുണ്ട്. തലമുറകൾ മാറി മാറി കൈകാര്യം ചെയ്യുന്ന യുദ്ധം. പിൽക്കാലത്ത് യുദ്ധം ചെയ്യുന്ന ആൾക്കറിയില്ല എന്തൊരു കാര്യത്തിന് വേണ്ടിയാണ് ഈ യുദ്ധം തുടങ്ങിയത് എന്ന്. പക്ഷേ അദ്ദേഹം ആ ഗോത്രത്തിൻ്റെ അഭിജാത്യം സംരക്ഷിക്കാൻ ആ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കും. ആ ഒരു വിഭാഗത്തെ ഒരുമിച്ചിരുത്തുകയും ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വക്താക്കളാക്കുകയുമാണ് മദീനയിലെത്തിയിട്ട് റസൂൽ ചെയ്ത ഏറ്റവും 1-ാമത്തെ രാഷ്ട്രീയ പ്രവർത്തനം. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാൻ്റെ 103-ാമത്തെ വാക്യത്തിൽ
വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, ഭിന്നിക്കരുത്, ഐക്യത്തിൽ നിൽക്കണമെന്ന് അവിടുന്ന് ഉപദേശിച്ചു. കുൻതും അലാ ശഫാ ഹുഫറത്തിൻ മിനൻ നാരി ഫഅൻഖദകും മിൻഹാ, ഭിന്നിച്ച് നിങ്ങളൊക്കെ നരകത്തിൻ്റെ കുഴിയുടെ വക്കത്തെത്തിയിരുന്നു, അവിടെ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ഏറ്റവും വലിയൊരു സ്നേഹത്തിൻ്റെ പ്രകീർത്തനമായിരുന്നു ഇത്. നബി തങ്ങൾ സ്നേഹമാണ് പഠിപ്പിച്ചത്. അത് മനുഷ്യരോട് മാത്രമല്ല, മൃഗങ്ങളോടും പക്ഷികളോടും പറവകളോടും എല്ലാ ജീവജാലങ്ങളോടും യുദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിട്ടുണ്ട്. പൊതുവേ നബി തങ്ങളെ വത്സിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ വിമർശകർ ഉപയോഗപ്പെടുത്തുന്നതാണ് ഈ ഒരു യുദ്ധം എന്ന് പറയുന്ന സംഗതി. ഞാനത് വിസ്തരിച്ച് പറയല്ല, എൻ്റെ സമയം പരിമിതമായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഏറ്റവും നല്ലത് അതേക്കുറിച്ച് പഠിക്കാൻ ഓറിയൻ്റലിസ്റ്റ് പണ്ഡിതനാകുന്ന പണ്ഡിതന്മാരിൽപ്പെട്ട പല ആളുകളും രചിച്ച ഗ്രന്ഥങ്ങളുണ്ട്. പ്രത്യേകിച്ച് തോമസിനെ പോലെയുള്ള ആളുകൾ, ദി പ്രീച്ചിങ് ഓഫ് ഇസ്ലാം, തോമസ് ആൾനാഡ്. അദ്ദേഹം എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ പ്രബോധനമെന്ന് കൃത്യമായി വരച്ച് കാണിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷമാണ് പ്രവാചകത്വത്തിനു ശേഷം ജീവിച്ചത്. 13 വർഷം മക്കയിൽ പാർത്തു. ആ സന്ദർഭങ്ങളിലൊക്കെ നിരന്തരമായി പീഡനങ്ങൾക്ക് അവിടുന്ന് വിധേയനായി. അവിടുത്തെ അനുയായികൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. അവിടുത്തെ അനുയായികളെ ക്രൂരമായി പീഡിപ്പിച്ചു. അവിടുന്ന് ഹിജറ പോകുന്നു മദീനയിലേക്ക്, ആത്മരക്ഷാർത്ഥം, പ്രാണരക്ഷാർത്ഥം. മദീനയിൽ ഇസ്ലാമിക സൊസൈറ്റി രൂപപ്പെടുന്നു, രാഷ്ട്രം രൂപപ്പെടുന്നു. പിന്നെയും 2 വർഷം അവിടുന്ന് ആയുധത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അങ്ങനെ പ്രവാചകത്വം ലഭിച്ച് 15 വർഷക്കാലം നബിതങ്ങളോട് യുദ്ധത്തിന് അനുമതി തേടി നിരന്തരമായി സമീപിക്കുന്ന തൻ്റെ അനുയായികളോട് അവിടുന്ന് യുദ്ധത്തെ നിരുത്സാഹപ്പെടുത്തി മാത്രം സംസാരിച്ചു. അവിടുന്ന് ഒരിക്കലും യുദ്ധത്തിന് സമ്മതം കൊടുത്തില്ല. അവസാനം സൂറത്തുൽ ഹജ്ജിൻ്റെ 39-ാമത് വാക്യം, ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു, നിരന്തരമായി അക്രമത്തിന് വിധേയരാകുന്ന ആളുകൾക്ക് യുദ്ധത്തിനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാക്യം ഇറങ്ങുകയാണ്. അതിനുശേഷമാണ് ബദർ സംഭവിക്കുന്നത്, ഉഹുദ് സംഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ടും അല്ലാതെയും ചെറുതും വലുതുമായ 81ഓളം യുദ്ധം നയിച്ചിട്ടുണ്ട്. ആ 81 യുദ്ധങ്ങളിൽ 2 പക്ഷത്തുമായി ആകെ മരണപ്പെടുന്നത് 1018 ആളുകൾ മാത്രമാണ്. 1018 ആളുകൾ മാത്രം. അനിവാര്യമായ ഘട്ടങ്ങളിൽ രാഷ്ട്രം സംരക്ഷിക്കാൻ വേണ്ടി, അനുയായികളെ സംരക്ഷിക്കാൻ വേണ്ടി ഹബീബായ നബിതങ്ങൾ വാളെടുത്തതിനെ പെരുപ്പിച്ച് കാണിച്ച് യുദ്ധക്കൊതിയനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ജില്ലൻഡ് പോസ്റ്റ് പോലെയുള്ള മുൻ പത്രങ്ങളിലൊക്കെ വന്ന കാർട്ടൂണുകളും വിമർശനങ്ങളും യുവാക്കൾ മറക്കരുത്. സ്നേഹത്തെക്കുറിച്ച് വാചാലരായ, നിരന്തരമായി കൽപ്പിച്ച നബിതങ്ങൾ തന്നെയാണ് ഇவ்விதം വത്സിക്കപ്പെടുന്നത്. അത് ചരിത്രത്തിൻ്റെ ഒരു ആവർത്തന. ദൈവത്തെക്കുറിച്ച് പറയാത്ത ശ്രീബുദ്ധൻ പിന്നീട് ദൈവമായി മാറി. ദൈവത്തെക്കുറിച്ച് ഒരിക്കലും പറയാത്ത പലരും ദൈവങ്ങളായി മാറി. താൻ ദൈവമല്ലെന്നും ഏകസത്യ ദൈവമാകുന്ന അള്ളാഹുവിനെ, യഹോവയെ മാത്രം ആരാധിക്കണമെന്നും നിരന്തരമായി പറഞ്ഞ ഈസാ നബി അലൈഹിസ്സലാം പിന്നീട് ദൈവനിരയിൽ ആളത്വമായി മാറി. യുദ്ധരംഗത്ത് റസൂൽ തങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അത് അനിവാര്യതയുടെ സൃഷ്ടിയായിരുന്നു. അല്ലെങ്കിൽ യുദ്ധം എന്ന് പറഞ്ഞാൽ അത്ര ഒരു വിമർശിക്കാൻ അർഹതയുള്ള ആരും ലോകത്ത് എവിടെയും ജീവിച്ചിരിക്കുന്നില്ല. കാരണം എല്ലാ സൊസൈറ്റിയിലും യുദ്ധം നടന്നിട്ടുണ്ട്. എല്ലാ സൊസൈറ്റിയിലും യുദ്ധം നടന്നിട്ടുണ്ട്. അത് മാരകമായിരുന്നു, ബീഭത്സമായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് നമുക്കറിയാം. സഖ്യകക്ഷികളുടെ കൂട്ടത്തിൽ 2,40,00,000 പട്ടാളക്കാരും 3,60,00,000 സാധാരണക്കാരും അടക്കം 6 കോടി ജനങ്ങളാണ് അന്ന് കൊല്ലപ്പെട്ടത്. അച്ചുതണ്ട് ശക്തികളുടെ കൂട്ടത്തിൽ നിന്ന് 5 കോടി ജനങ്ങൾ കൊല്ലപ്പെട്ടു. കാണാതായ ആളുകൾ കോടിക്കണക്കിന് വരും. അവരൊക്കെ കാണാതെയായി കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടുകിട്ടി എന്നല്ല അർത്ഥം. പിന്നീട് അവരെ കണ്ടിട്ടില്ല. എത്ര യുദ്ധങ്ങൾ ലോകത്ത് നടന്നു. യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വിവിധങ്ങളായ നമ്മുടെ ഭാരതീയ ദർശനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട വേദമാകുന്ന ഋഗ്വേദത്തിൻ്റെ 10ാം മണ്ഡലത്തിൽ നിരന്തരമായി യുദ്ധത്തെക്കുറിച്ച് പറയുന്നു. മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിൽ ഉൾക്കൊള്ളുന്ന 18 അധ്യായങ്ങളുള്ള മഹദ്ഗീത ഹൈന്ദവരുടെ ദാർശനിക ഗ്രന്ഥങ്ങളിൽ പ്രമുഖമാണ്. നമുക്കറിയാം, പ്രസ്ഥാനത്രയി എന്ന പേരിൽ അറിയപ്പെടുന്ന ദശോപനിഷത്തുക്കളും ബ്രഹ്മസൂത്രവും അപ്രകാരം ഗീതയും വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. ആ ഗീതയുടെ അവതരണ പശ്ചാത്തലം പോലും തൻ്റെ ഗുരുക്കൾക്കെതിരെ, തൻ്റെ കുടുംബത്തിനെതിരെ, താൻ കളിച്ചു വളർന്ന കൂട്ടുകാരോടൊക്കെതിരെ യുദ്ധം ചെയ്യാൻ എനിക്കാവൂല എന്നും പറഞ്ഞ് പാർത്ഥനാകുന്ന കുന്തിപുത്രനാകുന്ന അർജുനൻ തൻ്റെ
ആയുധം ഉപേക്ഷിച്ച് തേരിലിരുന്നപ്പോൾ അദ്ദേഹത്തെ യുദ്ധത്തിന് മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന പൂർണ്ണാവതാരം ഈ ഒരു ഭഗവത്ഗീത അവിടെ അവതരിപ്പിക്കുന്നത് തന്നെ. കൃത്യമായ രീതിയിൽ അത് പറയുന്നുണ്ട്. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ പേര് അർജുന വിഷാദയോഗം എന്നാണ്. 2-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം, ഹതോവാ പ്രാപ്സസേ സ്വർഗം ജിത്തോവാം ബോക്ഷസേ മഹിം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. ഈ യുദ്ധത്തിൽ നീ മരണപ്പെട്ടാൽ ഹതോവാ പ്രാപ്സസേ സ്വർഗം, സ്വർഗം പ്രാപിക്കാം. ജിത്തോവാ വിജയിച്ചാലോ ബോക്ഷസി മഹിം, നിന്റെ കൂട്ടുകാരാകുന്ന അല്ലെങ്കിൽ ബന്ധുക്കളാകുന്ന കൗരവർ അടക്കി പിടിച്ചു വെച്ചിട്ടുള്ള ഈ ഭൂമി നിനക്ക് അനുഭവിക്കാം, ഭരണം കിട്ടും. തസ്മാത് അതുകൊണ്ട് ഉത്തിഷ്ഠ കൗന്ദേയ, കുന്തിയുടെ പുത്രനാകുന്ന അർജുന എഴുന്നേൽക്കുക, യുദ്ധായ കൃതനിശ്ചയ, യുദ്ധം ചെയ്യാൻ നിശ്ചയിച്ചുകൊണ്ട്. 12 അക്ഷൗഹിണി ആളുകൾ മരണപ്പെട്ടു എന്നാണ് കണക്ക് കുരുക്ഷേത്ര യുദ്ധത്തിൽ. 12 അക്ഷൗഹിണി എന്നുള്ള ആ പുരാണ കണക്കിനെ നമ്മളിങ്ങോട്ട് ആധുനികവൽക്കരിച്ചാൽ 40 ലക്ഷം ആളുകൾ വരും. കൗരവരുടെ കൂട്ടത്തിൽ നിന്ന് 3 പേരാണ് രക്ഷപ്പെട്ടത്. പാണ്ഡവരുടെ കൂട്ടത്തിൽ നിന്ന് 7 പേരാണ് രക്ഷപ്പെട്ടത്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ആശാൻ ഗാന്ധാരി വിലാപം എന്ന പേരിൽ കാവ്യവൽക്കരിച്ച ആ ഒരു രംഗമുണ്ട്. 100 മക്കൾ നഷ്ടപ്പെട്ട ഗാന്ധാരി വന്നിട്ട് കൃഷ്ണനോട് ചോദിക്കുന്നത് കണ്ടില്ലേ, കബദ്ധങ്ങൾ കുന്നുകൂടിയിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും 3 തലമുറയുടെ ഗുരുവായിരുന്ന ഭീഷ്മരിത ശരശയ്യയിൽ കിടക്കുന്നു. എല്ലാവർക്കും യുദ്ധം വസ്ത്രം പഠിപ്പിച്ചു കൊടുത്ത പ്രിയപ്പെട്ട ദ്രോണാചാര്യരിത കിടക്കുന്നു. എൻ്റെ 100 മക്കളിതാ മരിച്ചു കിടക്കുന്നു. എൻ്റെ മകൾക്ക് ഞാൻ ഭർത്താവായി കരുതി വച്ചിരുന്ന അർജുനപുത്രനാകുന്ന അഭിമന്യു ഇതാ മരിച്ചു കിടക്കുന്നു. ഇതിനായിരുന്നോ നിൻ്റെ അവതാരണം? ഇതിനായിരുന്നോ നീ അവതരിച്ചത് എന്ന് ഗാന്ധാരി ചോദിക്കുന്നുണ്ട് ശ്രീകൃഷ്ണനോട്. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു മതതാരതമ്യ വേദിയൊന്നുമല്ല ഇത്. വിമർശിക്കുക എന്നത് എനിക്കൊരല്പം പോലും ഉദ്ദേശവുമില്ല. മറിച്ച് യുദ്ധം വിവിധ സൊസൈറ്റിയിലും വിവിധ സമൂഹത്തിലും നിരന്തരം നിലനിന്നിരുന്നു. അതിനൊരു മാന്യത വരുത്തുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി ചെയ്തത്. നമുക്കറിയാം, പഴയ നിയമത്തിലെ സംഖ്യാപുസ്തകത്തിൻ്റെ 31-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ മോശസ് യുദ്ധം കഴിഞ്ഞ് വരുന്ന പടയാളികളോട് വഴക്ക് പറയുന്നുണ്ട്. നിങ്ങൾ എന്തിനാ സ്ത്രീകളൊക്കെ അവിടെ വെറുതെ വെച്ചു എന്നാണ്, അവരെ കൊല്ലണ്ടേന്നാണ് ചോദിക്കണത്. അവസാനം അദ്ദേഹം ഒരു തീരുമാനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പുരുഷനെ അറിഞ്ഞ എല്ലാ സ്ത്രീകളെയും കൊന്നുകളയുക, പുരുഷനറിയാത്ത സ്ത്രീകളെ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. എന്തുകൊണ്ട് കൃഷി നശിപ്പിച്ചില്ല? എന്തുകൊണ്ട് അവരുടെ മൃഗങ്ങളെ നശിപ്പിച്ചില്ല? വീട് ചുട്ട് ചാമ്പലാക്കിയില്ല? അവരുടെ സ്വത്ത് മൊത്തം കൊള്ളയടിച്ചില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് പറഞ്ഞയച്ചു. എല്ലാവരെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് ഉപദേശിച്ചു, ആരുടെയും മുഖത്തക്രമിക്കരുത്, രോഗികളെയും വൃദ്ധരെയും കുട്ടികളെയും ഒരിക്കലും പീഡിപ്പിക്കരുത്, കൃഷി നശിപ്പിക്കരുത്, ഈന്തപ്പനയോ ഒട്ടകത്തെയോ നശിപ്പിക്കരുത്, ഇങ്ങോട്ട് പോരാടുന്നവരോട് മാത്രം പോരാടണം. എത്രത്തോളം ശത്രുക്കളുടെ നേതാവ് അബൂ സുഫിയാൻ വരെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വസിച്ചു. വിജിഗീഷിയായി ബദറിലെ അവിടുന്ന് മക്കത്തേക്ക് കടന്നു വരികയാണ്. മക്കം ഫത്ഹിന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മക്കത്തേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ എല്ലാ അർത്ഥത്തിലും പീഡിപ്പിച്ച് സ്വന്തം നാടും വീടും വിട്ടോടിയ തൻ്റെ അനുയായികളിങ്ങനെ വിജയശ്രീലാലിതരായി വരികയാണ്. സ്വാഭാവികമായും ശത്രുപക്ഷം മൊത്തം ഭയവിഹ്വലരാണ്. ആ സമയത്ത് പോലും ശത്രുക്കളുടെ നേതാവിനെ അവിടുന്ന് വല്ലാതെ വിശ്വസിച്ചു. അവിടുന്ന് പറഞ്ഞു, മൻ ദഖല മസ്ജിദൽ ഹറാമി വഹുവ ആമിനുൻ, ആരെങ്കിലും മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ച് അവിടെ ഇരുന്നാൽ അവൻ വിശ്വസ്തനാണ്, നിർഭയനാണ്. മൻ ദഖല ദാറ അബീ സുഫിയാന വഹുവ ആമിനുൻ, നിങ്ങളുടെ നേതാവ് ആകുന്ന അബൂ സുഫിയാൻ്റെ കൊട്ടാര സമാനമായ വീട്ടിൽ കയറിയിരുന്നാലും രക്ഷപ്പെട്ടു, അവർക്ക് യാതൊരു പ്രശ്നമില്ല. ഇതിനൊന്നും സാധിക്കാതെ വന്നാൽ മൻ അലഖ ബാബഹു വഹുവ ആമിനുൻ, വാതിലടച്ച് വീട്ടിലിരുന്നാലും രക്ഷപ്പെട്ടു. പിന്നെ ആർക്ക് മാത്രമാണ് പ്രശ്നം? സ്വന്തം നാട്ടിലേക്കും വീട്ടിലേക്കും കൃത്യമായ ആസൂത്രണത്തോടുകൂടെ കൊല്ലാൻ ശ്രമിച്ചവരുടെ മുന്നിലേക്ക് എല്ലാം വിജയിച്ച് കടന്നു വരുന്ന നബിതങ്ങളെ ആക്രമിക്കുന്നവർക്ക് മാത്രം പ്രശ്നം. ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാവരും വിഷണ്ണരായി നബിയുടെ മുമ്പിൽ വരുന്നത്. ഞാൻ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങളുടെ വിചാരം? ഹബീബായ നബിതങ്ങൾ അവരോട് അന്വേഷിക്കുന്നു. അവരെല്ലാവരും പറഞ്ഞു, യാ കരീം ബിനൽ കരീം അല്ലഫു വല്ലഫു, മാന്യൻ്റെ മകനാകുന്ന മാന്യ, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വിടുതി കൊതിക്കുന്നു, അഫു കൊതിക്കുന്നു, ഞങ്ങളൊന്നും ചെയ്യാതിരിക്കണം. എല്ലാം ചെയ്യായിരുന്നു, എല്ലാ അധികാരവും നബിൻ്റെ അടുത്തുണ്ട്. അമ്മാർ ബിൻ യാസറിനെ ക്രൂരമായി പീഡിപ്പിച്ചവരാണ്. ബിലാൽ ബിൻ റബാഹയെ ചുട്ടുപൊള്ളുന്ന മണലിൽ ക്രൂരമായി അവിടുത്തെ മാംസം ഉരുകി സ്മെല്ലടിക്കുവോളം പീഡിപ്പിച്ചവരാണ്. എല്ലാവരും
മുന്നിലിങ്ങനെ വിഷണ്ണരായിരിക്കുമ്പോൾ നബി തങ്ങൾ അവരോട് കൽപ്പിച്ചു, അഖൂലുലക്കും കമാ ഖാല അഖി യൂസുഫ് സിദ്ദീഖ്, എൻ്റെ പൂർവീക പ്രവാചകർ കൂട്ടുകാരൻ യൂസുഫ് നബി പറഞ്ഞത് ഞാനും പറയാം. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങൾക്ക് യാതൊരു പ്രതികാര നടപടിയില്ല. ഇദ്ഹബൂ അൻതും തുലഖാ, പോകൂ നിങ്ങൾ സ്വതന്ത്രരാണ്. ഇദ്ഹബൂ അൻതും തുലഖാ, പോകൂ നിങ്ങൾ സ്വതന്ത്രരാണ്. ഇതാണ് ലോകത്തെ റസൂൽ തങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിൻ്റെ കൃത്യമായൊരു ഉപമാനം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ലോകത്തെല്ലായിടത്തും ഓരോ നിമിഷവും ഹബീബായ നബി തങ്ങൾ വാഴ്ത്തപ്പെടുന്നു. അവിടുത്തെ പഠിക്കാനും അവിടുത്തെ അനുകരിക്കാനും അവിടുത്തെ അനുയായികൾ മത്സരിച്ചു കൊണ്ടേയിരിക്കുന്നു. അവരുടെ സ്വന്തത്തെക്കാളും ആത്മാവിനേക്കാളും സമ്പത്തിനേക്കാളും മക്കളെക്കാളും അവർ ആ ഒരു പ്രവാചകനെ സ്നേഹിക്കുന്നു. ആ സ്നേഹം കൊണ്ട് വിജയിക്കാൻ ഹബീബായ നബി തങ്ങൾക്ക് വേണ്ടി നമ്മുടെ ദീനി പ്രവർത്തനങ്ങളൊക്കെ വളരെ സുതാര്യമായും ആത്മീയമായും ഒക്കെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വേദിയിൽ എനിക്ക് അവസരം തന്ന നമ്മുടെ ഈ മേഖലയിലെ ദീനി പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ വിപുലമായ പ്രവർത്തനങ്ങൾ വഴി ഈ മേഖലയിൽ ധാർമ്മികമായ ഉണർവ് നിരന്തരമായി പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ദക്ഷിണ മേഖല ജമാഅത്ത് കോർഡിനേഷൻ സമിതിക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള സന്തോഷം അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇതുപോലെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.